ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയ്ക്ക് നേരെ ആക്രമണം. ജനസമ്പർക്ക പരിപാടിക്കിടെ ഔദ്യോഗിക വസതിയിലാണ് ആക്രമണം ഉണ്ടായത്. പരാതി നൽകാനെത്തിയ വ്യക്തിയാണ് ആക്രമിച്ചത്. ആക്രമണത്തിന് പിന്നാലെ മുഖ്യമന്ത്രിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി രഞ്ജിൽ രാജ് ചേരുന്നു. രഞ്ജിൽ, ഈ ഒരു ഡൽഹി മുഖ്യമന്ത്രിക്ക് നേരെയാണ് ഈ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഈ ജനസമ്പർക്ക പരിപാടിക്കിടെ ഔദ്യോഗിക വസതിയിലാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് രാവിലെ 8 മണിയോട് കൂടിയിട്ടാണ് ഇത്തരത്തിൽ ഡൽഹി മുഖ്യമന്ത്രിക്ക് നേരെ ഈ ഒരു ആക്രമണം ഉണ്ടായത്. പരാതി കൊടുക്കാം എന്ന വ്യാജേന എത്തിയ വ്യക്തിയാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയെ ആക്രമിച്ചത്. ഇയാൾ പരാതി കൊടുക്കാം എന്ന വ്യാജേന എത്തുകയും അത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ സമീപം എത്തിയതിനു ശേഷം മുഖ്യമന്ത്രിയെ കൈ പിടിച്ചു വലിക്കുകയും തള്ളിയിടുകയും ഹെവി ഒബ്ജക്റ്റ് വെച്ച് തലക്കടിക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. നിലവിൽ ഇയാളെ പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ്. എന്തിനാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. 35 വയസ്സുകാരനായ യുവാവാണ് ഇത്തരത്തിൽ അറസ്റ്റിലായിരിക്കുന്നത്. ഇയാളിനെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ്. എന്തിനാണ് ആക്രമണം നടത്തിയത്, അല്ലെങ്കിൽ പ്രീ പ്ലാൻഡ് ആയിരുന്നു എന്ന കാര്യത്തിലൊക്കെ തന്നെ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ മുഖ്യമന്ത്രി ഇപ്പോൾ ആശുപത്രിയിൽ ഒബ്സർവേഷനിലാണുള്ളത്. മുഖ്യമന്ത്രിയുടെ മറ്റ് ഔദ്യോഗിക പരിപാടികളൊന്നും തന്നെ ഇപ്പോൾ നിലവിൽ റദ്ദ് ചെയ്തിട്ടില്ല. അതെല്ലാം തന്നെ തുടരും. ഈ ഒരു ഒബ്സർവേഷന് ശേഷം ആശുപത്രി വിടുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്ക് ഗുരുതരമല്ല. എന്നാലും മുഖ്യമന്ത്രി ഇപ്പോൾ ആശുപത്രിയിൽ ഒബ്സർവേഷനിലാണുള്ളത്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെത്തിയാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയത്. അത് തീർച്ചയായും ഒരു സുരക്ഷാ വീഴ്ച എന്ന് തന്നെയാണ് ഇത്തരത്തിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം ഡൽഹി മുഖ്യമന്ത്രിക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ സാധാരണ ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളടക്കം തന്നെ ഉയർത്തുന്നൊരു ചോദ്യം. പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ ഈ ഒരു ആക്രമണത്തിൽ അപലപിച്ചിട്ടുണ്ട്. കോൺഗ്രസ് AICC നേതാവായിട്ടുള്ള KC വേണുഗോപാൽ ഇത്തരത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് നേരെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഇത് അമിത്ഷായുടെ ഗുരുതര വീഴ്ച, അല്ലെങ്കിൽ അമിത്ഷായുടെ ഭാഗത്ത് ആഭ്യന്തരത്തിൻ്റെ ഒരു ഗുരുതര വീഴ്ചയാണെന്ന ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ തമിഴ്നാട് MP മാല പൊട്ടിച്ചു പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ MP ഇങ്ങനെ ഉണ്ടായി. അതിനുശേഷം ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നു. അതൊക്കെ തന്നെ ഒരു ആഭ്യന്തരത്തിൻ്റെ അല്ലെങ്കിൽ പോലീസിൻ്റെ ഒരു സുരക്ഷാ വീഴ്ചയാണെന്നൊരു ആരോപണം പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ മുഖ്യമന്ത്രി ആശുപത്രിയിലാണുള്ളത്, ഒബ്സർവേഷനിലാണുള്ളത്. പരിക്ക് ഗുരുതരമല്ല. പക്ഷേ മുഖ്യമന്ത്രിക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു ഗുരുതര വീഴ്ച, സുരക്ഷാ വീഴ്ചയായി തന്നെയാണ് എല്ലാവരും കാണുന്നത്. അതേപോലെ തന്നെ ഇതിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയമായി മറ്റ് ഇടപെടലുണ്ടോ എന്ന കാര്യത്തിലൊക്കെ തന്നെ ആരോപണങ്ങൾ, അതുപോലെ അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട്. ഈ ഒരു പ്രതിക്ക് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യം ഉണ്ടോ എന്നൊക്കെ തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇയാൾ ചോദ്യം ചെയ്ത് വരികയാണ്. വരും മണിക്കൂറുകളിലായിരിക്കും എന്തിനാണ് ആക്രമിച്ചത്, അല്ലെങ്കിൽ ആക്രമണത്തിന് പിന്നിലെ കാരണം എന്താണെന്നുള്ള കാര്യത്തിലൊക്കെ വ്യക്തത വരികയുള്ളൂ. ദീപ്തി. ശരി. ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയ്ക്ക് നേരെ ആക്രമണം. ജനസമ്പർക്ക പരിപാടിക്കിടെ ഔദ്യോഗിക വസതിയിലാണ് ആക്രമണം ഉണ്ടായത്. പരാതി നൽകാൻ എത്തിയ വ്യക്തിയാണ് ആക്രമിച്ചത്. ആക്രമണത്തിന് പിന്നാലെ മുഖ്യമന്ത്രിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രഞ്ജിൽ രാജാണ് വിവരങ്ങൾ നൽകിയത്.